Stories. ഇനിയും ഈ വഴിയെ 22. പുറപ്പെടാൻ നേരത്ത് ഐഡിയ മാറ്റിയ സന്തോഷളിയനും അനുചേച്ചിയും ആദികുട്ടനെയും കൊണ്ട് നൈസ്റ്ററിലാണ് കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിയത്. കൃത്യം 6 മണിക്ക് തന്നെ റിസപ്ഷൻ ആരംഭിക്കുകയും ചെയ്തു. സന്തോഷും ശരത്തും ഏർപ്പാട് ചെയ്തിരുന്ന സംഘം പാട്ടുകൾ പാടാൻ തുടങ്ങി. ആമ്പലിന്റെ ഓഫീസിലുള്ളവരാണ് ആദ്യം വന്നു തുടങ്ങിയത്. കൂട്ടത്തിൽ മഹിയുടെയും ആമ്പലിന്റെയും സുഹൃത്തുക്കളും ഇടയ്ക്ക് എത്തുന്നുണ്ടായിരുന്നു. പുറത്തൊരു വണ്ടിയിൽ സന്തോഷും ശരത്തും വിനയനും കൂടി ചെറിയൊരു ബാർ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. അടുത്ത പരിചയക്കാരോടും സുഹൃത്തുക്കളോടും ഒരു ചെറുത് എന്ന ആംഗ്യം കാണിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ നിന്നിരുന്നത് നമ്മുടെ സൈമൺ ആയിരുന്നു. അതിനിടയിലാണ് ഡാൻസ് തുടങ്ങാം എന്നും പറഞ്ഞ് നേത്ര എത്തിയത്. അതോടെ സന്തോഷും ശരത്തും സൈമണും ബാർ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്ത് ഓഡിറ്റോറിയത്തിലേക്ക് തിരികെ ചെന്നു. അപ്പോഴേക്കും മഹിയുടെ ബാംഗ്ലൂരെ ഓഫീസിൽ നിന്നുള്ള സുഹൃത്തുക്കളും എത്തി. അവിടെയുള്ള അടുത്ത സുഹൃത്തുക്കളെ മാത്രമേ അവൻ ക്ഷണിച്ചിരുന്നുള്ളൂ. സൗണ്ട് സിസ്റ്റം ടീംസ് വെച്ചു കൊടുത്ത പാട്ടിനൊപ്പം ആമ്പലും മഹിയും ചേർന്ന് തുടങ്ങിയ ഡാൻസിനിടയിലേക്ക് നേത്രയും കീർത്തിയും, പുറകെ അനിതയും സന്തോഷും, താമരയും ശരത്തും, നിഷയും സൈമണും കൂടെ കൂടി. അവർക്ക് പുറകെ കൂട്ടുകാരും ബന്ധുക്കളും സ്റ്റേജിന് മുന്നിൽ തകർക്കാൻ തുടങ്ങിയതോടെ രംഗം കൊഴുത്തു. അമ്മമ്മ മുൻനിരയിൽ തന്നെ ഇരുന്ന് പാട്ടും ഡാൻസും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം നേത്ര മനോഹരമായി നിർവഹിക്കുകയും ചെയ്തു. ആമ്പൽ മഹിയിൽ നിന്നും അല്പം അകന്നുമാറി ഡാൻസ് ചെയ്തപ്പോൾ നേത്ര ആ അവസരം മുതലെടുത്ത് മഹിയോട് ഇഴുകിച്ചേർന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിൽ അവളെക്കുറിച്ച് മറ്റ് യാതൊരു വേണ്ടാത്ത ചിന്തകളും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ മഹി മറ്റൊന്നും ആലോചിക്കാതെ പലപ്പോഴും അവളെ ചേർത്ത് പിടിച്ച് ഡാൻസ് തുടരുകയും ചെയ്തു. പക്ഷേ അതെല്ലാം കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളുന്നുണ്ടെന്ന് ആമ്പലിന്റെ നോട്ടത്തിൽ നിന്നും വലിഞ്ഞു മുറുകുന്ന മുഖത്തു നിന്നും മനസ്സിലാക്കിയ നിഷയും സൈമണും സംഗതി ഏറ്റെന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് തകർത്താടി. ആദ്യത്തെ സെറ്റ് പാട്ട് കഴിഞ്ഞപ്പോൾ ആമ്പലിന്റെ ബാങ്കിൽ നിന്നും വന്നവർ ഫോട്ടോ എടുക്കാനായി സ്റ്റേജിലേക്ക് കയറി. ആമ്പൽ ഓരോരുത്തരെയും മഹിക്ക് പരിചയപ്പെടുത്തുന്നതിനിടയിലാണ് കോഴി ഗോപാലകൃഷ്ണന്റെ അഭാവം അവൾ ശ്രദ്ധിച്ചത്. കീർത്തി അതിനിടയിൽ നല്ല സുഖമില്ലെന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഫോട്ടോ എടുപ്പും കഴിഞ്ഞ് ബാങ്കിൽ നിന്നും വന്നവർ തിരിച്ചിറങ്ങാൻ നേരത്ത് അവൾ കൂടെ ജോലി ചെയ്യുന്ന ശാന്തിയെ പിടിച്ചു നിർത്തി. ഡി, ആ ഗോകുലകൃഷ്ണൻ വന്നില്ലേ? ശാന്തി തിരിഞ്ഞു നിന്നു. അത് ശരി, അപ്പോ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്ത്? അവൾ കണ്ണുകൾ മിഴിച്ചു. അങ്ങേരെ ഇന്നലെ രാവിലെ ആരോ പഞ്ഞിക്കിട്ടടി. കാലത്തെ അമ്പലത്തിൽ പോയി വരുന്ന വഴിയാ സംഭവം. ഏതോ പയ്യന്മാരുടെ ബൈക്കുമായി കാർ ഉരുസിയെന്നോ അങ്ങനെ ഒരു തർക്കമുണ്ടായി ആ പയ്യന്മാര് കൈവച്ചെന്നോ ഒക്കെയാണ് കേട്ടത്. ആൾക്ക് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ടെന്നാ കേൾവി. ആമ്പലിന്റെ കണ്ണുകൾ കുറുകി ചെറുതായി. അവളുടെ നോട്ടം തൊട്ടപ്പുറത്ത് ആരോടോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മഹിയിൽ തങ്ങി നിന്നു. ആരാണെന്ന് അറിഞ്ഞോ ശാന്തി? എവിടെന്നറിയാൻ? ആ ഹൃദയം സിനിമ വന്നതിൽ പിന്നെ നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാൻ എവിടെന്നൊക്കെയോ പല പിള്ളേരും വരാറുണ്ടല്ലോ. അങ്ങനെ വന്ന ആരോ ആണെന്നാ കേട്ടത്. ബൈക്കിന്റെ നമ്പർ ഉണ്ടായിരുന്നില്ലെന്നോ തിരിച്ചറിഞ്ഞില്ലെന്നോ ഒക്കെ പറയുന്ന കേട്ടു. അത് പോട്ടെ. വൺസ് അഗെയിൻ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് ആംബു. താങ്ക് യുടാ. ശാന്തിയും താഴോട്ടിറങ്ങിയതോടെ ആമ്പൽ മഹിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഡാ, അവൾ വിളിച്ചത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. എന്താടി? നീ ഇന്നലെ കാലത്ത് ചായ കുടിച്ചു കഴിഞ്ഞ് എങ്ങോട്ടാ പോയത്? ഞാൻ സൈമന്റെ വീട്ടില്. എന്താ? അവിടന്ന് വേറെങ്ങും പോയില്ലേ? അവിടന്ന് അവൻ ആലോചിക്കും പോലെ മേലോട്ടും നോക്കി നിന്നു. ഡേ കോപ്പേ, കിടന്ന് പൊട്ടം കളിക്കല്ലേ. നീ ഇങ്ങോട്ട് നോക്കിയേ, എന്നിട്ട് പറയും ഇന്നലെ നീ ആ ഗോപാലകൃഷ്ണൻ സാറിനെ കണ്ടോ? ഗോപാലകൃഷ്ണൻ സാറാ? ഏത് ഗോപാലകൃഷ്ണൻ സാറ്? ഞങ്ങളുടെ ഓഫീസിലെ ഒരു ഗോപാലകൃഷ്ണനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ?
എന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത്? ആ നീ എപ്പോ പറഞ്ഞു? അവൻ ഉഴപ്പുന്നത് കണ്ട് അവൾ അവനെ നോക്കി പല്ലുകടിച്ച് നിൽക്കുമ്പോഴേക്കും അടുത്ത ഡാൻസിനുള്ള പാട്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. റിസപ്ഷൻ കഴിഞ്ഞ് ആളുകളെല്ലാം 8 മണിയായപ്പോഴേക്കും പിരിഞ്ഞെങ്കിലും ഡാൻസും ബാക്കി ബഹളങ്ങളുമെല്ലാം കഴിഞ്ഞ് വീട്ടുകാർ ഇറങ്ങുമ്പോഴേക്കും മണി 9 ആയിരുന്നു. പോകാൻ തയ്യാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൺവെൻഷൻ സെന്ററിന്റെ മുൻവശത്ത് കിടന്നിരുന്ന പോലീസ് ജീപ്പ് കണ്ടതും ആമ്പലിന്റെ ഉള്ളിൽ നേരത്തെ തോന്നിയ സംശയത്തിന്റെ ചിത്രം വ്യക്തമായി. അവൾ മഹിയെ നോക്കിയപ്പോൾ അവനും സൈമണും കൂടി കഥകളി മുദ്രകൾ കാണിക്കുകയായിരുന്നു. അവരെ കണ്ടതും ജീപ്പിൽ നിന്നും SIയും 2 പോലീസുകാരും ഇറങ്ങി വന്നു. അടുത്തേക്കെത്തിയ SI ചോദിച്ചു, ഈ കൂട്ടത്തിൽ മഹിയല്ലേ മണവാളൻ? അതെ. എന്താ സാറേ? മഹിയുടെ അച്ഛൻ ചോദിച്ചു. മഹിയുടെയും സൈമന്റെയും പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഇന്നലെ കാലത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ലോൺ സെക്ഷനിലുള്ള സീനിയർ മാനേജർ ഗോപാലകൃഷ്ണനെ കയ്യേറ്റം ചെയ്തു എന്നും പറഞ്ഞ്. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ, രണ്ടും കൂടെ പോയാൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുന്നു. ഇപ്പോ എന്നതായി? സൈമന്റെ അമ്മച്ചി ത്രേസ്യ പുറകിൽ നിന്നും പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. ശരിയാണോടാ ഈ കേട്ടത്? അച്ഛനും അമ്മാവനും ഒരുമിച്ചാണ് അവന്റെ മുന്നിലേക്ക് കയറി നിന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴാണ് കംപ്ലൈന്റ് കിട്ടിയത്. മാരേജ് റിസപ്ഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. എന്തായാലും കല്യാണാഘോഷത്തിന്റെ ഭാഗമായി സ്റ്റേഷനിൽ കയറുന്നത് നല്ലൊരു ഐശ്വര്യമാണ്. വാ, ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. SI മഹിയുടെ കയ്യിൽ പിടിച്ചപ്പോഴേക്കും സൈമൺ നല്ല കുട്ടിയായി നേരെ ചെന്ന് പോലീസ് ജീപ്പിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞു. മഹിയെയും കയറ്റി പോലീസ് ജീപ്പ് അവിടെ നിന്നും പോയതോടെ മഹിയുടെ അമ്മയും അമ്മായിയും ചെറിയമ്മയും ഒക്കെ കരച്ചിലായി. ശരത്തും സന്തോഷും സ്റ്റേഷനിലേക്ക് പോകാനൊരുങ്ങി. വിനയൻ എവിടെ? ശരത് ചോദിച്ചു. കീർത്തിക്ക് തീരെ വയ്യാത്തത് കാരണം അവൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്നും പറഞ്ഞ് നേരത്തെ ഇറങ്ങി. സരയോ അമ്മായി പറഞ്ഞത് കേട്ട് സന്തോഷും ശരത്തും കൂടി കാറിന് നേർക്ക് നടന്നു. വേണ്ട, അമ്മാവൻ അവരെ തടഞ്ഞു. ഇന്നൊരു ദിവസം അവനവിടെ കിടന്ന് തല്ലുകൊള്ളട്ടെ. എത്ര പറഞ്ഞാലും പഠിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഇവിടെ നിന്നാരും ഇന്നവൻ ഇറക്കാൻ പോകരുത്, ഞാനാ പറയുന്നത്. അമ്മാവന്റെ ഉഗ്രശാസനം കേട്ട് സന്തോഷും ശരത്തും തിരിഞ്ഞ് ബാക്കിയുള്ളവരെ നോക്കി. നിങ്ങളിതെന്തോന്നാ പറയുന്നേ? എന്റെ കുഞ്ഞ് ഇന്ന് രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കഴിയട്ടെ എന്നോ? സമ്മതിക്കില്ല ഞാൻ. അമ്മായി കരഞ്ഞുകൊണ്ട് ഭാഗീരഥി അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? രാധാമ്മയും കരയാൻ തുടങ്ങിയിരുന്നു. വേണ്ട, ആരും പോകണ്ട. നിങ്ങൾക്കാർക്കും വയ്യെങ്കിലേ ഞാൻ പോകാം. ആമ്പൽ ശബ്ദമുയർത്തി. അവൾ സന്തോഷിന് നേർക്ക് കൈനീട്ടി. ആ ബൈക്കിന്റെ താക്കോലിങ്ങതാ. അവളുടെ ശബ്ദത്തിലെ മൂർച്ച തിരിച്ചറിഞ്ഞ സന്തോഷ് പോക്കറ്റിൽ നിന്നും ബൈക്കിന്റെ താക്കോൽ എടുത്തു കൊടുത്തു. അവനെ അങ്ങനെ വേറെ ആരും തല്ലണ്ട, കേട്ടല്ലോ എല്ലാവരും. നൈസ്റ്ററിലേക്ക് കയറി ഇരുന്നിട്ട് അവൾ നിഷയെ വിളിച്ചു. നിച്ചു, പടി. എപ്പോ വന്നെന്ന് ചോദിച്ചാ പോരെ മോളെ? ഓടിച്ചെന്ന് ബൈക്കിന്റെ പിന്നിലേക്ക് കയറുന്നതിനിടയിൽ നിഷ പറഞ്ഞു. അവരെ തടയാനെന്നോണം അമ്മാവൻ മുന്നോട്ടു നീങ്ങിയതും പുള്ളിയുടെ കയ്യിലൊരു പിടി വീണു. അമ്മാവൻ തിരിഞ്ഞു നോക്കി. മകന്റെ കയ്യിൽ പിടിച്ചു നിർത്തിയ ഭാഗീരഥി അമ്മ അവളെ തടയേണ്ട എന്ന് പറയും പോലെ തലയാട്ടി. കൺവെൻഷൻ സെന്ററിൽ നിന്നും ആമ്പൽ പുറത്തേക്കിറങ്ങിയ ബൈക്ക് പോലീസ് ജീപ്പിന് പിന്നാലെ കുതിക്കുമ്പോൾ പരസ്പരം നോക്കിയ മുഖങ്ങളിൽ സന്തോഷം തിരികെ എത്തിയിരുന്നു. അമ്മമ്മയെയും അമ്മാവനെയും ഒന്ന് നോക്കിയ ശേഷം സന്തോഷും ശരത്തും കാറെടുക്കാൻ നീങ്ങിയപ്പോൾ അമ്മാവനും മഹിയുടെ അച്ഛനും സൈമന്റെ അപ്പച്ചനും അവരുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങി. ആമ്പലും നിഷയും കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ മഹിയെയും സൈമണെയും മുൻവശത്തൊരു ബെഞ്ചിൽ ഇരുത്തിയിട്ടുണ്ട്. മണവാളച്ചക്കൻ സ്വന്തം വീട് പോലെ കോട്ടൊക്കെ ഒരു തോളത്തിട്ടിരുന്നു കൊണ്ട് സൈമണോട് എന്തൊക്കെയോ വിസ്തരിച്ച് ചിരിക്കുന്നുണ്ട്. SIയുടെ റൂമിന് മുന്നിൽ നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ സാറിന്റെ രൂപം കണ്ടപ്പോഴാണ് ആമ്പലിന് ചിരി വന്നത്. വലതുവശത്തെ കവിളും മൂക്കും കൂടി നീര് വെച്ച് ഒന്നായി മാറിയിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ സൈറ്റടിച്ച് കാണിക്കാറുള്ള ഇടത്തെ കണ്ണ് ഇനി ഇടയ്ക്കിടയ്ക്ക് അടച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലാത്ത വിധം അടികൊണ്ട് നീര് വെച്ച് അടഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ കൂടാതെ വലത്തെ കൈ ഒരു സ്ലിങ്ങിലും കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്.
കൂടെ ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. ബന്ധുക്കളാണെന്ന് തോന്നുന്നു. കാണടി മോളെ, അവൻ ആ വേട്ടാവളിയനെ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത്. മുത്താടി അവൻ, മുത്ത്. നിഷയുടെ പ്രശംസ കേട്ട് ആമ്പൽ അവൾക്ക് നേരെ ഒരു കൂർത്ത നോട്ടമെറിഞ്ഞു. മതിയടി നിന്നിളക്കിയത്, വാ. അവളോടൊപ്പം അകത്തേക്ക് കയറുമ്പോൾ നിഷ ഒരു നെടുവീർപ്പോടെ പരിതപിച്ചു. ആ, നല്ലത് നായക്ക് ചേരില്ല എന്നാണല്ലോ. സൈമന്റെ അടുത്ത് തള്ളി മറിച്ചുകൊണ്ടിരുന്ന മഹി അവൾ കയറി വരുന്നത് കണ്ടില്ല. സൈമൺ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടുന്നത് കണ്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. സ്റ്റേഷനകത്തേക്ക് കയറി വരുന്ന ആമ്പലിനെയും നിഷയെയും കണ്ട് അവന്റെ മുഖം വിടർന്നു. ആഹാ, വന്നല്ലോ വനമാല. അടുത്തേക്ക് വന്ന അവളോടവൻ ചോദിച്ചു, എന്താടി ഇത്ര വൈകിയേ? ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാണ്ടാ. അവന്റെ കിറിക്കിട്ടൊന്ന് കുത്തിയിട്ട് അവൾ SIയുടെ റൂമിന് നേർക്ക് നടന്നു. ആമ്പൽ അകത്തേക്ക് വരുന്നതും മഹിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നതും കണ്ട് ഗോപാലകൃഷ്ണന്റെ മുഖം ആ നീര് വെച്ച അവസ്ഥയിലും വിളറിയിരുന്നു. എന്താ വേണ്ടത്? SIയുടെ റൂമിന് മുന്നിൽ നിന്നിരുന്ന ഒരു വനിതാ CPO അവളോട് ചോദിച്ചു. ദാ ആ നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ സാറിനെതിരെ എനിക്കൊരു പരാതി കൊടുക്കാനുണ്ട്. അതിന് SIയെ കാണണം. അത് കേട്ടതോടെ അവിടെ നിന്നിരുന്ന പോലീസുകാരുടെയും ഗോപാലകൃഷ്ണന്റെയും അയാളുടെ കൂടെ വന്നവരുടെയും ശ്രദ്ധ അവൾക്ക് നേരെയായി. ഈ പെണ്ണിത് എന്തോന്നാ പറയുന്നേ? ഗോപാലകൃഷ്ണന്റെ കൂടെ വന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. ഏയ്, നിങ്ങളിങ്ങനെ ബഹളമുണ്ടാക്കാതിരിക്കെ. ആ CPO അവിടെ കൂടി നിന്നവരോട് പറഞ്ഞിട്ട് ആമ്പലിനെയും നിഷയെയും വിളിച്ചുകൊണ്ട് SIയുടെ മുറിക്കകത്തേക്ക് കയറി. അവർ കയറി ചെല്ലുമ്പോൾ SI ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് നേരെ തിരിഞ്ഞു. ഇയാള് മണവാളിന് ഇറക്കാമെന്നതാണോ? കസേരയിലേക്ക് ചാരി ഇരുന്നിട്ട് ഇൻസ്പെക്ടർ ഒരു ചിരിയോടെ അവരോട് ചോദിച്ചു. അല്ല, ആ പുറത്തു നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ സാറിനെതിരെ ഒരു പരാതി തരാൻ വന്നതാണ്. അയാൾക്കെതിരെയോ? അയാളാണ് മഹേശ്വറിനെതിരെ പരാതി തന്നിരിക്കുന്നത്. അതിന് പകരമാണോ ഇങ്ങനെ ഒരു ഐഡിയയുമായി വന്നത്? നോ സാർ, ഞാനും വർക്ക് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തന്നെയാ. ഈ ഗോപാലകൃഷ്ണൻ സാറ് എൻ്റെ സെക്ഷനിലെ സീനിയർ മാനേജരാണ്. ഓഫീസിൽ വെച്ച് പലപ്പോഴും എനിക്കെതിരെ ഇയാളുടെ ഫിസിക്കൽ ഹറാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് സാർ. അതറിഞ്ഞപ്പോഴാണ് അവരെന്ന് അയാളെ കൈവച്ചത്. അയാൾ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എനിക്കും അയാൾക്കെതിരെ പരാതിപ്പെടേണ്ടി വരും. സാർ ഇക്കാര്യം അയാളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ആഹാ, അത് കൊള്ളാലോ. ശരി ശരി, ഞാൻ അയാളോട് സംസാരിക്കാം. നിങ്ങളൊന്ന് വെളിയിലേക്ക് നിൽക്ക്. അവർ പുറത്തേക്ക് ഇറങ്ങിയതും ആ CPO ഗോപാലകൃഷ്ണനെയും കൂടെയുള്ളവരെയും SIയുടെ മുറിക്കകത്തേക്ക് വിളിച്ചു. അപ്പോഴേക്കും സന്തോഷും ശരത്തും ബാക്കിയുള്ളവരും സ്റ്റേഷനിലേക്ക് എത്തി. അവർ ആമ്പലിനോടും മഹിയോടും സംസാരിക്കുന്നതിനിടയിൽ അകത്ത് SI ഒച്ചയെടുക്കുന്നത് കേട്ടു. അല്പസമയത്തിനു ശേഷം പുറത്തേക്കിറങ്ങിയ ഗോപാലകൃഷ്ണനും കൂട്ടരും ആമ്പലിന്റെ മുന്നിലേക്ക് ദേഷ്യത്തോടെ വന്നതും അവർക്കിടയിലേക്ക് മഹി കയറി. അതോടെ ഗോപാലകൃഷ്ണൻ ഒരു ചുവട് പിന്നോക്കം വെച്ചു. ഇനി മേലാൽ താൻ ഇവളുടെ നേരെ എങ്ങാനും നോക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഇതുപോലെ രണ്ടു കാലിൽ എഴുന്നേറ്റ് നടക്കത്തില്ല, കേട്ടോടോ കേളവാ. കൈ ചൂണ്ടിക്കൊണ്ടുള്ള അവന്റെ ഭീഷണി കേട്ടതും അവർ പുറകോട്ടു മാറി. അപ്പോഴേക്കും അതിനിടയിലേക്ക് സന്തോഷും ശരത്തും കൂടി കയറി. പുറത്തെ ആ ബഹളം കേട്ട് SI റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. എന്താണോ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കുന്നത്? മര്യാദയ്ക്ക് എല്ലാവരും ഇറങ്ങിപ്പോക്കോണം, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ അകത്തിടും. SIയുടെ ഒച്ച പൊങ്ങിയതോടെ ഗോപാലകൃഷ്ണനും കൂടെ ഉണ്ടായിരുന്നവരും സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങി. അവർ പോയതും SI ആമ്പലിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇവരെയും വിളിച്ച് പോക്കോളൂ കേട്ടോ. പിന്നെ അയാൾക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അയാൾ ഒഫീഷ്യലി നിങ്ങൾക്കെതിരെ ഇനിയും പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാറേ, ഇനി അവൻ പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഇങ്ങോട്ട് വരും. സാറ് വന്ന് വിളിക്കാതെ തന്നെ. പോട്ടെ സാറേ. ഡാ സൈമ, വാ പോകാം. മിഴിച്ചു നിന്ന സൈമണയും വിളിച്ചുകൊണ്ടവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞ പരാതിയുടെ കാര്യം എന്താണെന്നും മനസ്സിലാകാതെ പകച്ചു നിൽക്കുകയായിരുന്നു അമ്മാവനും കൂട്ടരും.
SI അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിനിടയിൽ മഹിക്കും സൈമണും പുറകെ പുറത്തേക്കിറങ്ങിയ ആമ്പൽ മഹിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. നീ ഇനി എവിടെ പോണ്? വന്ന് ബൈക്കിൽ കയറ്. നിച്ചു, നീ സൈമണിൻ്റെ കൂടെ ഒരു വണ്ടി വിളിച്ച് പോന്നോട്ടോ. ആമ്പൽ നിഷയോട് പറഞ്ഞതിന് സൈമണാണ് മറുപടി പറഞ്ഞത്. ഓക്കേടാ, യു ഗൈസ് ഹാവ് ഫൺ. ഉവ്വ, ഫൺ. ഇന്ന് ആ ചെക്കൻ്റെ അവസാനമായിരിക്കും. എടാ സൈമ, നീ വായും പൊളിച്ച് നിൽക്കാതെ വണ്ടി വല്ലതും കിട്ടുമോ നോക്ക്. ആ കാറിൽ അവർ 5 പേരുണ്ട്. അവൾ പറഞ്ഞത് കേട്ട് സൈമൺ ഓട്ടോയോ ടാക്സിയോ കിട്ടുമോ എന്നറിയാൻ റോഡിലേക്ക് ഇറങ്ങി. വീട്ടിൽ മഹിയെ നടുക്കു നിർത്തി അമ്മാവനും അച്ഛനും ചെറിയച്ഛനും കൂടി പൊളിച്ചടുക്കുകയായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവർക്കെല്ലാം അവൻ ചെയ്തു തന്നെയാണ് ശരി എന്ന അഭിപ്രായമായിരുന്നു. മതി എല്ലാവരും കൂടി അവനെ പറഞ്ഞത്. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇതിനു മുമ്പും അവൻ ഇങ്ങനെ തന്നെയല്ലേ പെരുമാറിയിട്ടുള്ളത്. അമ്മമ്മ ശബ്ദമുയർത്തിയതോടെ എല്ലാവരും ഒന്നടങ്ങി. അമ്മേ, അതൊക്കെ ശരിയാ, പക്ഷേ ഈ ഒരു ദിവസം തന്നെ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കണമായിരുന്നോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അമ്മാവൻ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കി. അതെ, ഇത് ഞങ്ങളുടെ പ്രശ്നമല്ലേ, ഞങ്ങൾ തന്നെ തീർത്തോളാം. ആമ്പൽ ദേഷ്യത്തോടെ മഹിയെ നോക്കി. വിഷാദഭാവം മുഖത്ത് വാരിപ്പൂശി നിന്ന് അഭിനയിച്ച് തകർക്കുകയായിരുന്ന മഹി അവളുടെ നോട്ടം കണ്ട് ഇളിച്ചുകാട്ടി. വാടാ ഇവിടെ. അവൾ അവൻ്റെ കയ്യും പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറിപ്പോയി. അച്ഛാ പോട്ടെ, അമ്മേറ്റാറ്റ. അവളുടെ വലിയുടെ ആയത്തിൽ ഒന്ന് പുറകോട്ട് ആഞ്ഞു പോയ ശേഷം പടികൾ കയറി മുകളിലേക്ക് പോകുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിയോടെ നിൽക്കെ അവൾ അവനെയും കൊണ്ട് മുറിക്കകത്ത് കയറി വാതിലടച്ചു. വാതിലടച്ച് കുറ്റിയിട്ട ശേഷം എലിക്ക് കൈകൾ കുത്തി നെറ്റി ചുളിച്ച് തന്നെ നോക്കിയവളോട് അവൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ഇന്നെൻ്റെ പെർഫോമൻസ്? ചോദിച്ചത് മാത്രമേ അവൻ ഓർമ്മയുണ്ടായുള്ളൂ. കരണമടിച്ചുള്ള ഒരടിയിൽ അവനൊന്ന് കറങ്ങി അവളുടെ കാൽക്കലേക്ക് വീണു. പുരുഷു, എന്നെ അനുഗ്രഹിക്കണം. കാൽക്കൽ കിടന്ന് അവൻ പറയുന്നത് കേട്ട് പൊട്ടിവന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് അവൾ തലയ്ക്ക് കൈവച്ചു. ഈശ്വര, ഇതിനെ ഞാൻ എന്താ ചെയ്യുക? അവളുടെ പരിദേവനം കേട്ട് കിടന്ന കിടപ്പിൽ തന്നെ അവനൊന്ന് ചരിഞ്ഞ് തല കയ്യിൽ താങ്ങിക്കിടന്നുകൊണ്ട് അവളെ നോക്കി. നീ എന്തിനാണ് ഈ ചേച്ചിപ്പെണ്ണെ ചെയ്യുന്നത്? എല്ലാം ചെയ്യാനല്ലേ നോം ഉള്ളത്? താഴെ കിടന്ന് അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവനെ ചവിട്ടണോ അതോ തല്ലണോ എന്നവൾ ആലോചിക്കുന്നതിനിടയിൽ കരണ്ടും പോയി. ദൈവമേ, നന്നാക്കി വെച്ചിരുന്ന ഇൻവെർട്ടർ ആരെയെങ്കിലും വിട്ടെടുപ്പിക്കണമെന്ന് അമ്മാവൻ പറഞ്ഞായിരുന്നു. എന്തായാലും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ആ സമയം താഴെ നിന്നും അമ്മാവൻ്റെ അലർച്ച കേട്ടു. എടാ മഹി! മണിക്കുട്ടിയേ, ഇന്നത്തെ രാത്രി വണ്ടിക്ക് തന്നെ നമുക്കങ്ങ് നാട് വിട്ടാലോടിയേ. ഇരുട്ടിൽ നിന്നും അവൻ്റെ ദയനീയ സ്വരം കേട്ട് അവൾ ശബ്ദമുണ്ടാക്കാതെ വാ പൊത്തി ചിരിച്ചു. തുടരും. കഥ ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി സബ്സ്ക്രൈബും ചെയ്യണേ. ഇനിയും ഈ വഴിയെ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. ആ പ്രൊഫൈൽ പിക്ചറിൽ കുത്തി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. See you soon.